ഇതിപ്പോ എത്ര നേരമായി കാണാനില്ലല്ലോ അവനെ. ഇവിടെ തന്നെ വരാൻ പറഞ്ഞ തിരക്കും കൂടണ കേട്ടോ. തിരക്കുണ്ടെങ്കിൽ നിനക്കിപ്പോ എന്താണ് പ്രശ്നം? പറഞ്ഞേ ഉള്ളൂ. 18 ആ അത് തന്നെ അത് തന്നെ. അല്ല നീ എവിടെ ഞാൻ അവിടെ ഒന്ന് പറയാം. നീ എന്ത് വിളിച്ചു വരുത്തിട്ട് കളിയാക്കണ? 18-ാം തീയതി എന്റെ അനിയത്തിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും വരും. ബർത്ത്ഡേ പാർട്ടി എന്ന് പറയുമ്പോ നമ്മൾ 3 പേരല്ലേ കാണും. ബർത്ത്ഡേ പാർട്ടിക്ക് എന്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവളുടെ ഫ്രണ്ട്സ് കാണും, പിന്നെ ഫാമിലി ഉണ്ട്, എല്ലാരും കാണും. അടിച്ച് പൊളിക്കും. അതെ 18-ാം തീയതി ഞാൻ കാണൂല. നീ എവിടെ പോകണം? 18-ാം തീയതി എനിക്ക് ബാങ്കിൽ പോകണം. അന്ന് ഞായറാഴ്ചയല്ലേ? ഞായറാഴ്ച ബാങ്കില്ലല്ലേ? എടാ നീ കാര്യം പറഞ്ഞിട്ട് നീ എവിടെ വേണേ പോ, ഞാൻ ഒന്ന് കാണൂലടാ. കാര്യം പറ. എവിടെ പോണം? ഞാനൊരു ഇൻട്രോവേർട്ടാണ്. അപ്പോ എന്താടാ? അതൊരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള പരീക്ഷയാണ്. പോയി കിടന്നു. എനിക്ക് അത്യാവശ്യമായിട്ട് അപ്പുറം വരെ ഒന്ന് പോണം. നീ അവൾക്ക് ഒന്ന് സംസാരിച്ച കമ്പനി എനിക്ക് എന്ത് കമ്പനി കൊടുക്കാം? ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും. രേവതി ഒരു കാര്യം ചെയ്യും, ഇവിടെ നില്ല, ഞാൻ ദാ വരുന്നു. കാലും കിടക്കണ്, ഇരിക്കണമെന്നുണ്ട്. കഴിക്കും ബ്രോ. അല്ല എനിക്ക് വേണ്ട. അയ്യോ കുഴപ്പമില്ല, കഴിച്ചോ. അല്ല അത് പൊട്ടിച്ചില്ല. പൊട്ടിച്ച് കഴിച്ചോ ബ്രോ. അല്ല വേണ്ട വേണ്ട കഴിച്ചോ. ഇപ്പൊ എങ്ങനെ കഴിക്കും? കഴിച്ചു കഴിഞ്ഞാൽ ശബ്ദം കേൾക്കൂലേ? കഴിച്ചു കഴിഞ്ഞാൽ കരിമുര ശബ്ദം കേൾക്കൂലേ? കഴിച്ചില്ലേ? ഞാനിത് കഴിച്ചാൽ നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആവൂലല്ലോ. തിരിച്ചു തുപ്പണം. ക്ലാസ് ഒക്കെ കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. എക്സാം അടുത്ത ആഴ്ച കാണുമെന്നൊക്കെ പറയുന്നു. വീട്ടില് ഞാനും വേറെ 4 പേരും ഉണ്ട്. എടീ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഇല്ല പറയണ മനസ്സിലാക്കും. ഇന്ന് സംസാരിക്കുന്നില്ല. അവ അങ്ങനത്തെ പയ്യനല്ലായിരുന്നല്ലോ. നിന്റെ എവിടെ നോക്കിയതാ പയ്യൻ? പോടാ, അവൻ തെക്കും വടക്ക് നോക്കിയാണ് സംസാരിക്കണേ. ഓ ഓ ഓ അതവ ഇൻവെർട്ടർ ആയോണ്ടായിരിക്കും. ആ നീ പറ. തനിക്കെന്നോ കണ്ണ് കണ്ടുകൂടെ? ഇത്ര ഒതുങ്ങിയിരുന്ന വണ്ടിയല്ല അതിൽ കൊണ്ടിടിച്ചിട്ട്. നീ ചുമ്മാ തൊലിക്കാൻ പോടാ. ഒന്ന് ചുമ്മാ ഞാൻ സംസാരിക്കട്ടെ. എന്റെ വണ്ടിയിലല്ലേ അടിച്ചത്. നീ കണ്ടാ ഞാൻ വണ്ടി കൊണ്ടിരിക്കണം? ഇവിടെ ഇരിക്കുന്ന എല്ലാരും കണ്ട്. സംശയം ഇവന്റെ അടുത്ത് ചോദിച്ചോ. അല്ലെ നീ കണ്ടില്ലടാ എന്റെ വണ്ടി കൊണ്ടിരിക്കുന്നത്? നീ കണ്ടില്ലേ? അപ്പൊ നീ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നില്ല അളിയാ. താനെ മൂക്കി കയറ്റി കളയോ? എന്റെ വണ്ടിയിൽ ഇടിച്ച പൈസ തരാൻ ഞങ്ങൾ ഇവിടെ നിന്ന് പോകൂല. നമ്മള് ഞാനും എന്റെ അളിയനും. അവൻ പോയത് നിങ്ങൾ കണ്ട? എടാ അപ്പൊ ഒന്നും ഇല്ലടാ. നിർത്തണോന്നോട്ട് പറ്റണ്ടേ? ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നത്. ഞാൻ ഒരു ഇൻട്രോവേർട്ടാണ്. നീ കുത്തിയവനെ പോയി ഒന്ന് വിളിച്ചോണ്ട് വാടാ. എടാ ഇത് ഇവിടെയൊക്കെ കാണാൻ പച്ചില പഴുത്തല മാടപ്രാവ്. ഇവിടെ ഇങ്ങനെ ഇരുന്നാ മതിയോ? പോണ്ടേ? ഇവിടെ എന്ത് സുഖമാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുക. ഒറ്റയ്ക്ക് നമ്മൾ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. എന്ത് സുഖം. കഴിഞ്ഞ 3 മണിക്കൂർ കൊണ്ട് മനുഷ്യൻ ഇവിടെ ഇരുന്ന് പുഴുക്കണ്. പാട ഒരു ചായ കുടിക്കാൻ പോവാടാ. എവിടെ? ആ ചായക്കട എടാ അവിടെ എന്ത് തിരക്കം നോക്കടാ. ആൾക്കാരൊക്കെ കുമിഞ്ഞു കൂടി കിടക്കും. പിന്നെ ചായക്കടയിൽ തിരക്കല്ലാതെ വേറെ വല്ലതും വരുവിടെ? നിനക്കിപ്പോ ചായ കുടിക്കണം, അത്രയല്ലേ ഉള്ളൂ. ഓ ചായ കുടിക്കണം. ഈ ബാഗിൽ ചായ, കോഫി, കട്ടൻ എല്ലാം ഉണ്ട്. നിനക്ക് എന്ത് വേണം കുടിച്ചോ. എനിക്ക് ചായ വേണ്ട. ഊണ് കഴിക്കാൻ പോയാലേ? വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ തനി നാടൻ ഊണ്, ബിരിയാണി, പപ്സ്, ചപ്പാത്തി എന്ത് വേണം?
എടാ പോ, ഞാൻ റെഡിയാണ്. അളി നീ വെയിറ്റ് ചെയ്യാളി, എന്റെ 2 ഫ്രണ്ട്സ് കൂടി വരാനുണ്ട്. അതെന്ത് പാടെ, നമുക്ക് രണ്ടുപേർക്കും പോകുന്നല്ലേ പറഞ്ഞത്. അളി ഇപ്പൊ അവര് വരാന്ന് പറഞ്ഞാൽ എനിക്ക് വരണ്ടെന്ന് പറയാൻ പറ്റുമോ? അപ്പോ വാടാ നമുക്ക് പോവാം. ഇതാരാ? ഇത് എന്റെ ഫ്രണ്ട് അരവിന്ദ്. വാടാ. ആ. അവനെ കാണാനില്ലല്ലോ. നമ്മൾ വന്നതേ എന്റെ കൂട്ടുകാരന് അത്ര ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. എടാ അവൻ ഒരു ചെറിയൊരു ഇൻട്രോവേർട്ടാണ്. ബ്രോ മനസ്സിലായി, നമ്മൾ വന്നത് ബ്രോയ്ക്ക് അത്ര പിടിച്ചില്ലല്ലേ? അച്ഛൻ അങ്ങനെയല്ല, ഞാൻ ഇച്ചിരി ഇൻട്രോവേർട്ട് അതാണ്. അത് കുഴപ്പമില്ല. ചിലവരങ്ങനെയാണ് ബ്രോ. അതായത് അവരുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് പുറത്തുനിന്ന് ആരെങ്കിലും വന്നാലേ അവർക്ക് അങ്ങോട്ട് ശരിയാവില്ല. അതുകൊണ്ട് ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു. ബ്രോ വീട്ടിൽ പോയിക്കോ. വീട്ടിൽ പോയിക്കോ, മഴയും വരുന്നു. അല്ല അങ്ങനെ പറഞ്ഞ നിൽക്കണ്ട, പോയിക്കോ.